പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുപ്പിറവിയുടെ ഈ ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ നമ്മളോട് പഠിക്കണമെന്നും അത് കൂടുതൽ ജീവിതത്തെ പ്രാവർത്തികമാക്കണമെന്നും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈശോ പഠിപ്പിച്ച സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ എപ്പോഴും നമുക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാനും ചില സമയങ്ങളിലൊക്കെ നന്നായി ഈശോയുടെ അടുത്ത് ഇരിക്കണം, പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹത്തോടെ വന്നാൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ മുൻപിൽ ഒത്തിരി വരും. അവയൊക്കെ മാറ്റി തരണം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ആത്മീയതയിൽ ഉയർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ആവാതെ വരും. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം നൽകുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഇപ്രകാരം പ്രാർത്ഥിക്കണം: കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ലോകത്തിൻ്റെ വികൃതകൾ, ലോകത്തിൻ്റെ തിരക്കുകൾ ഒക്കെ എന്നെ കീഴടക്കുന്നു. അതുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അനേകർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥം പറയുന്നു. അങ്ങനെ മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക മാത്രമല്ല, അതുവഴി നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു: മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അത് പ്രവേശിക്കുന്നു. അതെ, നമുക്ക് സുഖരാജ്യത്തിൽ എത്തുന്നതിന് ഒരു ബലപ്രയോഗം ആവശ്യമാണ്. അത് നമ്മുടെ ഈ ലോക ജീവിതത്തോടെ, നമ്മുടെ സുഖഭോഗങ്ങളോടെ, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളോടെ ഒക്കെ ഒരു ബലം പ്രയോഗിച്ച് അതിനെ കീഴടക്കി നമ്മൾ സുഖരാജ്യം സ്വന്തമാകുവാൻ നമുക്കിടയാകണം. അതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുക മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന വഴി മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. ലോകം അതിൻ്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ വസിക്കുന്ന ദിവികാനീശോയെ, നമ്മളെ ആശീർവദിക്കുന്ന ദിവികാനീശോയെ, മനസ്സിലാക്കുന്ന ദിവികാനീശോയെ, സ്വർഗത്തിൽ നിന്ന് കരനീട്ടണമേ. നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ദിവികാരുണ്യ അഗ്നിയാൽ ഞങ്ങളെ പ്രശോഭിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ സ്വന്തമായി തീരട്ടെ. ഞങ്ങൾ ലോകത്തിൽ അങ്ങയുടെ ദീപമായി മാറട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.